ദുരന്തമുഖത്ത് ചെന്ന് സ്വന്തം മുഖം ലൈവായി പ്രദർശിപ്പിക്കുവാനും സംഭവങ്ങളെ പെരുപ്പിച്ചു കാണിച്ച് ആളുകളെ ഭയപ്പെടുത്തുവാനും UDFനെ വെല്ലാൻ ആരുമില്ല. ഉപയോഗശൂന്യമായ ഒരു കെട്ടിടം തകർന്നു വീണ് നിർഭാഗ്യകരമായ മരണത്തിൽ ആ കുടുംബത്തിന് ആശ്വാസമേകേണ്ടതിനു പകരം സംഭവം എങ്ങനെ മുതലെടുക്കാമെന്നാണ് UDF ഊണിലും ഉറക്കത്തിലും ആലോചിക്കുന്നത്. ആരോഗ്യമേഖല മോശമാണെന്ന പ്രചണ്ഡമായ ആക്രമണം ഇതാദ്യമല്ല. ഇടതു സർക്കാരിന്റെ കാലങ്ങളിൽ പ്രസ്തുത മേഖല കൈകാര്യം ചെയ്യുന്നത് സ്ത്രീകളാണ് എന്ന പിന്തിരിപ്പൻ മനോഭാവവും UDFനുണ്ട്. അപകട സമയത്ത് JCB എത്താൻ വൈകി എന്നതാണ് ഇപ്പോൾ ഒടുവിലത്തെ UDF വിവാദം. രക്ഷാപ്രവർത്തനങ്ങൾക്കായി അപകടം നടന്ന് 3 മിനിറ്റിനുള്ളിൽ തന്നെ ഫയർഫോഴ്സും 10 മിനിറ്റിനുള്ളിൽ തന്നെ JCBയും സംഭവ സ്ഥലത്തെത്തിയിരുന്നു. JCBക്ക് അകത്തേക്ക് പ്രവേശിക്കാനായി ഒരു മതിൽ പൊളിക്കേണ്ടതുണ്ടായിരുന്നു. അതിനെടുത്ത സമയമല്ലാതെ JCB സമയത്തിന് എത്താതിരിക്കുകയോ വൈകിക്കുകയോ ചെയ്തിട്ടില്ല. അത് അപകടത്തിൽ മരണപ്പെട്ട ബിന്ദുവിന്റെ ഭർത്താവ് മാധ്യമങ്ങളോട് നേരിട്ട് തന്നെ സാക്ഷ്യപ്പെടുത്തിയതുമാണ്. സമരങ്ങളും വിമർശനങ്ങളുമാകാം, പക്ഷേ ദുരന്ത സമയത്ത് കയ്യും കെട്ടി നോക്കി നിന്ന് രക്ഷാപ്രവർത്തനങ്ങളിൽ സഹകരിക്കാതെ എങ്ങനെയെങ്കിലും അധികാരത്തിലെത്താമെന്ന മോഹം മാത്രം വെച്ച് നടക്കുന്ന യൂത്ത് വിങ് അടക്കമുള്ള UDFന് സർക്കാരിനെ വിമർശിക്കാൻ യാതൊരു അവകാശവുമില്ല എന്നത് ഉറച്ചു തന്നെ പറയുന്നു. UDFന്റെ ഈ ഷോ ഓഫ് പ്രളയകാലത്തും മഹാമാരിയുടെ കാലത്തും കണ്ടതാണ്. രക്ഷാപ്രവർത്തനത്തിൽ സഹകരിക്കാതെ അനാവശ്യ ബഹളങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കി രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന രീതികൾ വരെ നാം കണ്ടതാണ്. DYFI എന്ന സംഘടന വ്യത്യസ്തമാകുന്നതും മാതൃകയാകുന്നതും ഇത്തരം സന്ദർഭങ്ങളിലാണ്. 1991 കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ആദ്യ പ്രളയം ഉണ്ടാകുന്നത്. DYFIയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശക്തമായി ഏറ്റുമുട്ടിയ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു കരുണാകരൻ. എന്നിട്ടും ദുരിതകാലത്ത് ഒന്നിച്ചു നിൽക്കണമെന്ന നിലപാടിൽ ഉറച്ചുനിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആകുന്നതുപോലെ ഹുണ്ടിക പിരിവ് നടത്തി സഹായനിധി കൈമാറുകയും ചെയ്തു. കോളിളക്കം സൃഷ്ടിച്ച പീഡനക്കേസിൽപ്പെട്ട UDF മന്ത്രിക്കെതിരെ DYFIയുടെ സമരം കലുഷമായിരിക്കുമ്പോഴാണ് ദുരന്തം വിധിച്ച് സുനാമി എത്തുന്നത്. അന്ന് സമരം നിർത്തിവെച്ച് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി സർക്കാരിനൊപ്പം സഹകരിക്കുകയാണ് DYFI ചെയ്തത്. പിന്നെയും ഒരുപാട് ഉദാഹരണങ്ങൾ. പെരുമൺ ദുരന്തം, കടലുണ്ടി ദുരന്തം, പരവൂർ വെടിക്കെട്ടപകടവും തുടങ്ങിയ സന്ദർഭങ്ങളിൽ അന്നത്തെ പ്രതിപക്ഷം ഔചിത്യപൂർവ്വം നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾക്ക് കേരളം സാക്ഷിയാണ്. UDF വലതുപക്ഷ രാഷ്ട്രീയ ആശയം മാറ്റണമെന്ന് പറയുന്ന ജനാധിപത്യ മര്യാദയില്ലായ്മയ്ക്കൊന്നും മുതിരുന്നില്ല. അധികാരമോഹം മൂത്തു ചെയ്യുന്ന പരിപാടികൾ നിർത്താൻ കുറഞ്ഞത് DYFIയെ രഹസ്യമായി നിരീക്ഷിക്കുന്നതെങ്കിലും നല്ലതായിരിക്കും.